നമസ്കാരം, ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട് അപ്ടെക് ലിമിറ്റഡ്. പൊതുവെ കർഷകർ പറയാറുള്ളത് എത്ര വളം ചെയ്താലും കാര്യമായ ഒരു ഗുണം വിളയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യമായ ഉൽപ്പാദനം അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണ് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് വിളകൾക്ക് എത്ര വളം ചെയ്താലും ഈ പറയുന്ന രൂപത്തിലുള്ള ഉൽപ്പാദന മികവ് കിട്ടാതെ വരുന്നത്? അത് മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിൻ്റെ പൊതുവായ ഒരു രാസ സ്വഭാവമാണ് മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക എന്ന് പറയുന്നത്, അഥവാ മണ്ണിൻ്റെ pH. അപ്പോൾ അമ്ലക്ഷാര സൂചികയിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും മണ്ണിൽ നിന്ന് പോഷകങ്ങൾ ചെടികൾക്ക് എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര വളം ചെയ്താലും കൃത്യമായ ഒരു റിസൾട്ട് ആ വിളയിൽ നിന്ന് കിട്ടാതെ വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കുവാനായി ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമുണ്ട്, അപ്ടെക്കിൻ്റെ ഡോളോമൈറ്റ്. ഈ ഡോളോമൈറ്റ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റാണ്. ഈ കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റ് ആയിട്ടുള്ള ഡോളോമൈറ്റ് മണ്ണിൽ തടത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലെ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കുകയും അതുവഴി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളങ്ങൾ പൂർണ്ണ രൂപത്തിൽ വിളകൾക്ക് ഉപയോഗപ്പെടുത്തുവാനും മികവുറ്റ നല്ല ആദായം തരുന്ന രീതിയിലുള്ള വളർച്ച അത് കാണിക്കുകയും നല്ല രീതിയിലുള്ള ആദായം ആ ചെടിയിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യും. ഇതാണ് അപ്ടെക് ഡോളോമൈറ്റ്. ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിൻ്റെ അമ്ലക്ഷാര സൂചിക എത്രയാണെന്ന് കൃത്യമായ ഒരു പരിശോധനയിലൂടെ മനസ്സിലാക്കിയതിന് ശേഷമാകണം. അത് മണ്ണെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അമ്ലത എത്രയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ആനുപാതികമായി വേണം ഈ ഡോളോമൈറ്റ് തടത്തിൽ ചേർത്ത് നനച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ഡോളോമൈറ്റ് തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഡോളോമൈറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ണിൻ്റെ pH ലെവൽ അഥവാ അമ്ലക്ഷാര സൂചിക എത്രയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് ആനുപാതികമായി വേണം മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചുറ്റുപാടും വിളയുടെ ചുറ്റുപാടുമായിട്ട് ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്തതിന് ശേഷം തടം നനച്ച് കൊടുക്കണം. തടം നനച്ച് 2 ആഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ വളം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ.